ഹായ് നമസ്കാരം. അങ്ങനെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് ചെറിയൊരു വ്ളോഗാണ്, ഒരുപാട് ലെങ്ത് ഒന്നുമില്ല. എറണാകുളത്തുള്ള നമ്മുടെ റിയാൻ സ്റ്റുഡിയോയിലെ ചില വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേട്ടോ. വിഷുവിനോട് അനുബന്ധിച്ച് നമ്മളൊരു ആൽബം ഇറക്കാൻ പോകണം. ഞാനല്ല, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് അതുപോലെ ഡയറക്ടറും കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ ചങ്ക് ആളുകളാണ് നമുക്കിൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആൽബത്തിൽ ശ്രദ്ധേയമായ റോള് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ശ്രേയ കുട്ടി കേട്ടോ. ഇതിനകത്ത് പാടുന്നത് ശ്രേയാണ്, അതുപോലെ തന്നെ അഭിനയിക്കുന്നത്. തകർക്കില്ലേ? ഉറപ്പാണോ? ഉറപ്പായിട്ടും. ശ്രേയയുടെ റെക്കോർഡിങ്ങിന് വേണ്ടി നമ്മളിപ്പം എറണാകുളത്ത് വന്നിരിക്കുകയാണ്. ഈ ആൽബത്തിൻ്റെ പേരെന്ന് പറയുന്നത് വിഷു കൈനീട്ടം എന്നാണ് ആൽബത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വഴിയേ പറയുന്നതാണ്. ശ്രേയയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ചാനൽ പേര് പറഞ്ഞു അതെ, ശ്രേയ ശ്രീകുമാർ സിംഗർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ശ്രേയയുടെ ചാനൽ വിസിറ്റ് ചെയ്യുക, അതുപോലെ ഇൻസ്റ്റാഗ്രാമും വിസിറ്റ് ചെയ്യണം, ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ കയറുക. അപ്പോൾ ചാനലിൽ ശ്രേയ കൂടുതലായിട്ടും പാട്ട് മാത്രമല്ലായിരുന്നു. ഓക്കെ, ശ്രേയയുടെ കഴിവ് കാണണമെങ്കിൽ നമുക്ക് ആ ഒരു ചാനലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കയറുക, കാണുക, നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത് നമ്മുടെ തമ്മനത്താണ് ഈ ഒരു സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊന്നും നിങ്ങളേക്ക് സമർപ്പിക്കുന്നവരുടെ വലിച്ചു വീട്ടി കുളമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ തമ്മനത്ത് വന്നു. അവിടെ റിയാൻ സ്റ്റുഡിയോയിൽ നമ്മൾ പ്രവേശിച്ചു. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ റിയാൻ സ്റ്റുഡിയോയുടെ ഡോറ്. അപ്പോൾ ഇവിടെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് മിനി ഫിലിം സിറ്റി റെക്കോർഡിംഗ് സ്റ്റുഡിയോ, അതായത് റിയാൻ സ്റ്റുഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറി അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം. ഹായ് ഹായ്. ഭയങ്കര വെയിറ്റ് ഇട്ടിരിക്കട്ടോ. ഓക്കെ, ഹായ്. കൂടുതൽ വിശേഷങ്ങൾ ഇതൊരു മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഞാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ രചന നമ്മൾ എല്ലാവരും അറിയുന്ന ജയശ്രീ മാമലക്കണ്ടം. ജയശ്രീ മാമലക്കണ്ടം ചേച്ചി ഇപ്പോൾ ഓൾറെഡി കുറേ കവിതകളൊക്കെ എഴുതി അത്യാവശ്യം ഫെയിമാണ്. ചേച്ചിയുടെ ഒരു കവിതയ്ക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റിയതിൽ ഭാഗ്യമായിട്ട് കാണുന്നു. ഓക്കെ, റിയാൻ സ്റ്റുഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇതിനെ എഞ്ചിനീയർ. ഇത് ലൈവാണോ? ലൈവല്ല, അതെ ലൈവല്ല. എന്നാ പിന്നെ ഇതിങ്ങനെ തന്നെ ഇടും കേട്ടോ, ഇതിങ്ങനെ തന്നെ ഇടും. ഓക്കെ, എത്രാമത്തെ പ്രൊജക്ട് നമ്മുടെ? ഓക്കെ, 5ാമത്തെ പ്രൊജക്റ്റ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പത്തുള്ള ആൽബത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും കയറുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതും നമ്മൾ തകർക്കും, ഇത് നമ്മൾ പൊളിച്ചെടുക്കും ഉറപ്പായിട്ടും. അപ്പോൾ എല്ലാവരുടെയും വിലപ്പെട്ട സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാകണം. ഫ്ലവേഴ്സ് ടിവിയിലെ നമ്മുടെ തബലിസ്റ്റ് ആനന്ദിയേട്ടൻ നമ്മുടെ അകത്തുണ്ട് കേട്ടോ. അവരിപ്പോൾ തബല വായിച്ചുകൊണ്ടിരിക്കുക, റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ ശ്രേയ കയറി തകർക്കാൻ പോകുന്നത്. തകർക്കുമോ? ഓക്കെ, ഇത് ശ്രേയയുടെ പിതാജി. നമ്മുടെ റിയാൻ സ്റ്റുഡിയോയിൽ നമ്മുടെ റെക്കോർഡിങ്ങും അതുപോലെ റിയാൻ സ്റ്റുഡിയോയിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമായിരുന്നു നിങ്ങളുമായി നമ്മൾ ഷെയർ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സ്മൃതിയും മ്യൂസിക് ബാൻഡ് എന്നാണ് ആ യൂട്യൂബ് ചാനലിലാണ് നമ്മുടെ വീഡിയോ വരാൻ പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം പിന്നീട് അറിയിക്കുന്നതാണ്. വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ശ്രേയക്കുട്ടിയുടെ ചാനലിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും കയറി ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ, ടാറ്റ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി കേട്ടോ.